friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇത്രയും നാളും കണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടത് ഒരു ഡെയിലി വെയർ പർപ്പസിനുള്ള സാരീസും അല്ല അങ്ങനെയുള്ള ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഡെയിലി വെയറിനുള്ളതായിരുന്നു. ഇനി നമുക്ക് ഇന്ന് കാണാൻ പോണത് നമ്മളൊരു പാർട്ടി വെയർ ആണ്. എന്താ നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയ മുന്താണിയുടെ നല്ല ഹെവി വർക്ക്, അതുപോലെ തന്നെ സ്ലീവില് ബ്ലൗസിന്റെ സ്ലീവിലാണെങ്കിലും നല്ല ഹെവി വർക്കുള്ള സാരീസ് ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന സാരിയുടെ മെറ്റീരിയൽ സെമി ടെസർ സാരീസ് ആണ്. അതിൻ്റെ അകത്ത് ഫുള്ളും ത്രെഡ് വർക്ക്സും അതുപോലെ തന്നെ മിറർ വർക്ക്, ട്യൂബ് വർക്ക്സ് അങ്ങനെ പല രീതിയിലുള്ള വർക്കുള്ള സാരീസ് ആണ്. എല്ലാം വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. സെയിം ബ്ലൗസ് പീസിൽ സ്ലീവിൻ്റെ അകത്ത് വർക്ക് ആയിട്ടുള്ള ബ്ലൗസ് പീസസ് ആണ് വരുന്നത്. അപ്പൊ അതെല്ലാം റെഡി ഫോർ സെയിലാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇനി ഓരോ സാരീസും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ സാരി വരുന്നത്. ഈ സാരിയിൽ സെമി ടെസസിൽ സാരിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ എല്ലാത്തിൻ്റെയും സാരിയുടെ അരിക് ഇതുപോലെ കെട്ടിയിട്ടുണ്ടാകും, നൂല് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇതിന്റെ ബോർഡറിൽ നമ്മൾ മുന്താണിയുടെ ഇതിൻ്റെ അകത്ത് ഒരു ആർച്ച് ഷേപ്പിൽ നമ്മൾ ത്രെഡ് വർക്ക്സും അതുപോലെ തന്നെ ഗോൾഡൻ കളർ ട്യൂബ്സും ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്യൂബ്സ് എല്ലാം ത്രെഡ് കൈകൊണ്ട് എംബ്രോയിഡറി ചെയ്തതാണ്, ഹാൻഡ് വർക്ക് ആണ്. അത് നോക്കി നല്ല ഭംഗിയിൽ തന്നെ എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറകാണെങ്കിലും നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് മുന്താണിയുടെ രണ്ട് കോർണറിലും ഇതുപോലത്തെ ഈ സൈഡും അതുപോലെ തന്നെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ട്യൂബ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു പാർട്ടിക്ക് പോകുമ്പോൾ അഴിച്ചിടാനുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഹെവി വർക്കായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലൊക്കെ ഇതുപോലെ ട്യൂബ്സ് ഇതുപോലത്തെ ഈ മോട്ടീവ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലോട്ട് വരുമ്പം ഞാൻ പറഞ്ഞു അഴിച്ചിടാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഷോൾഡർ പ്ലീറ്റിൽ അധികം കൊടുത്തിട്ടില്ല, കുറച്ച് ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളൂ. അതേസമയത്ത് ചെസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ നിറച്ച് ഇതുപോലെ ട്യൂബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ മോട്ടീവ്സ് ചെസ്റ്റിൽ അപ്പോൾ അഴിച്ചിടുമ്പോൾ നമ്മൾ നെഞ്ചത്ത് വെക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ ഇതുപോലെ വർക്ക് ഉണ്ടാകും. ഞെറിഞ്ഞ വെക്കണമെങ്കിൽ ഇവിടെ ആയിരിക്കും. ഇവിടെ കുറച്ച് വർക്ക്സേ ഉള്ളൂ. ഇത് ബേസിക്കലി അഴിച്ചിടുക എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഞെറിഞ്ഞ് കുത്തുന്ന ആ ഒരു ഇതിലല്ല. പിന്നെ ഫുൾ ബോർഡറിൽ ഇതുപോലെ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ നമ്മൾ ഓരോരോ മോട്ടീവായിട്ട് ഇങ്ങനെ ഫുൾ ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും ഇതുപോലെ തന്നെയുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ വർക്ക് വരുന്നില്ല, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇത്രയും സ്ലീവ് പ്ലെയിൻ ആയിരിക്കും. അപ്പം നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഈ കളർ പൈപ്പിംഗ് വെച്ചാൽ നല്ലതായിരിക്കും. സ്ലീവിൽ കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലും ഈ കളർ പൈപ്പിംഗ് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഫുൾ ബോട്ടം 5.5 മീറ്ററും ഇതുപോലെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ സാരിയുടെ ലെങ്ത്ത് വന്നിട്ടുണ്ടെങ്കിൽ 6.3 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര മീറ്റർ ആണ് ബ്ലൗസിന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇപ്പോൾ സ്ലീവ്ലെസ് ആണെങ്കിൽ 1 മീറ്ററിൻ്റെ ആവശ്യമില്ല. അതെല്ലാം കുഞ്ഞ് സ്ലീവ് ആണെങ്കിലും 1 മീറ്ററിൻ്റെ ആവശ്യമില്ല. 90 അല്ലെങ്കിൽ ചിലവർക്ക് 80 സെൻറ്റിമീറ്റർ മതി ഒരു ബ്ലൗസ് തയ്ക്കാൻ. അത് ഒരാൾക്കാരുടെ വണ്ണം പോലെ ഇരിക്കും. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ബ്ലൗസ് പീസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. സാരിയും ബ്ലൗസ് പീസും അറ്റാച്ച് ചെയ്ത് തന്നെ ഇരിക്കുന്നത്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി സാരിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 5150 ആണ്. ഇതിൻ്റെ റേറ്റ് കൂടാൻ കാര്യം ഒന്ന് സെമി ടെസറാണ്, പിന്നെ ഇതിൻ്റെ ഇത്രയും ഹെവി വർക്ക് വരുന്നത് ഇതുവരെയാണ്. ചെസ്റ്റിൻ്റെ ഇവിടെ വരുന്ന അഴിച്ചിടുമ്പോൾ ഇതുവരെ വരും. അപ്പോൾ ആ ഒരു ആക്സസറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഹെവി ആക്സസറി ഇട്ട് കഴിഞ്ഞാൽ ഒരു പാർട്ടി വെയറിൽ നല്ലൊരു കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ സാരി ചെയ്തിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് സെമി ടെസറിൻ്റെ തന്നെ പീച്ചിഷ് പിങ്ക് കളർ ടെസർ സിൽക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫുൾ ബോഡിയിലും ഇതുപോലെ സ്കാറ്റർ ചെയ്തിരിക്കുക. പീച്ചിൻ്റെ അകത്ത് പീച്ചിഷ് പിങ്കിൻ്റെ അകത്ത് ബ്ലൂ കളർ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ സാരിയിലും ഇതുപോലെ തന്നെ, ഫുൾ സാരി എന്ന് പറഞ്ഞാൽ ബോട്ടം പ്ലീറ്റ്സിലില്ല, അതിന് മുമ്പ് വരെ വളഞ്ഞു പോകുന്ന ആ ഒരു പ്ലീറ്റ്സിൻ്റെ മുമ്പ് വരെ ഇതുപോലെ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ സാരിയിലും എംബ്രോയിഡറി പോണത്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമ്മൾ 6 അടി ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് സാരി ഫുൾ പോകുന്നത്. ഈ ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇത് അഴിച്ചിടാനുള്ള ബേസിക്കലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഴിച്ചിടുമ്പം ഇങ്ങനെ അടുപ്പിച്ച് വരാനായിട്ട് നമ്മളിവിടെ 3 എണ്ണം എന്ന് വെച്ചാൽ അഴിച്ചിടുമ്പോൾ ഇത് കാണാനായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ മുന്താണിയിൽ ചെയ്ത ഡിസ്റ്റൻസിൽ ചെയ്താൽ ഇവിടെ ഒരെണ്ണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആയിരിക്കും ഒരു ഡിസൈൻ തന്നെ. അപ്പോൾ അടുത്തടുത്ത് വരാനായിട്ട് ഇവിടെ 3 എണ്ണം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. 3 ലെയർ
അടുപ്പിച്ച് നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മറ്റേ മുന്താണിയിലത്തെ ഗ്യാപ്പ് തന്നെ കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിഞ്ഞു വരുന്നത് നമ്മുടെ ബാക്കിലോട്ട് തിരിഞ്ഞു വരുന്ന അവിടം വരെയാണ് ഈ വർക്ക്. ബോട്ടം പ്ലീറ്റ്സിൽ വർക്കില്ല. ഇതിൻ്റെ അകത്ത് സ്ലീവിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇതുവരെയാണ് വരുന്നത്. ആദ്യത്തെ സാരിയിൽ സ്ലീവിൽ ഡിസൈൻ ഉണ്ടായിരുന്നില്ല. ഈ സാരിയിൽ സ്ലീവിൽ ഡിസൈൻ ഇങ്ങനെ കുഞ്ഞൊരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൈയിൻ്റെ പടിയിൽ നിറച്ചും ചുറ്റി വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലത്തെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സെമി ടെസർ ആയതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇങ്ങനെ കൂടി വരുന്നത്. ഇനി അടുത്ത സാരി ഡാർക്ക് ഗ്രേപ്പ് വൈൻ കളറാണ്. ഇത് ഇത്തിരി എടുത്ത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും മിററാണ്. അപ്പോൾ രാത്രിക്ക് ഒരു പാർട്ടിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നല്ല മിറർ വർക്ക്, നല്ല ഷൈനിങ് ആയിരിക്കും. വൈറ്റ് കളറുമാണ്, അതുപോലെ തന്നെ മിറർ വർക്കുമാണ്. ഇതുപോലെയാണ് മുന്താണിയിൽ വരുന്നത്. മുന്താണിയിൽ ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ സ്കാറ്റർ ചെയ്ത് ബോഡി പോർഷനിൽ സ്കാറ്റർ ചെയ്ത് മിറർ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ മിറർ വർക്ക്. ഇതെല്ലാം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലീവ്സ് എല്ലാം ഡബിൾ ഷെയ്ഡഡ് സിൽക്ക് ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്കും ലൈറ്റും പിന്നെ യെല്ലോ കളറാണ് ലീവ്സിനും സ്റ്റെംസിനൊക്കെ വരുന്നത്. ഇത് ഫുള്ളും വൈറ്റ് കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത്. മിററിന് ചുറ്റും ലേസി ഡേസി ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ മിറർ ഫിൽ ചെയ്തത്. അപ്പോൾ ബോഡി മുഴുവൻ ഇങ്ങനെ മുന്താണിയിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇതും അഴിച്ചിടാനുള്ള ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം അഴിച്ചിടുന്ന രീതിയിൽ. അപ്പോൾ ചെസ്റ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ചെസ്റ്റിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നത്. ഇത്രയും പോർഷനിലാണ് ഇതിൻ്റെ അകത്തും വർക്കുള്ളൂ. പിന്നെ സ്ലീവിലാണ് വരുന്നത്. സ്ലീവിലെ ഡിസൈൻ വന്നിട്ട് സ്ലീവിൽ ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. കയ്യിലും ഇതുപോലെ മിറർ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കാണിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് ചെസ്റ്റിൽ എങ്ങനെയാണ് ഡിസൈൻ വരുന്നതെന്നുള്ളത്. ചെസ്റ്റ് ഫുള്ളും കവർ ചെയ്താണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ചെസ്റ്റിൽ വരുന്നത് ഡിസൈൻ. പഴിച്ചിടുവാണെങ്കിൽ ഇവിടെ ഫുള്ളും ഇങ്ങനെയായിട്ട് വരും. പിന്നെ മുന്താണിയിൽ നിറച്ച് മിറർ വർക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ആക്സസറീസ് ഒക്കെ പേൾസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ പെൻഡൻ്റ് ഒക്കെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാല ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. നല്ല ഷൈനിങ് ആയിരിക്കും. നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളറാണത്. അപ്പോൾ ഈ സാരിയുടെ റേറ്റ് 4500 ആണ് റേറ്റ്. മിറർ വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ടാണ് റേറ്റ് ഇല്ല ഇതിന് ഇത്തിരി കൂടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി ഒരു മെഹന്തി ഗ്രീൻ കളർ അല്ലെങ്കിൽ ഡാർക്ക് ഒലീവ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഓറഞ്ച് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്ക് അല്ല ചെയ്തിരിക്കുന്നത്, പക്ഷെ മിനിമം ആയിട്ടുള്ള വർക്കിൽ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതുപോലെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയിൽ 3 ഡിസൈനാണ് നമ്മൾ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നത്. നടുക്കാറിന് 2 സൈഡിലും ഓരനായിട്ട് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു ലെമൺ യെല്ലോ കളറും കൊണ്ട് ഫ്രഞ്ച് നോട്ടും ചെയ്തിട്ടുണ്ട്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സാരിയിലും ഞാൻ പറഞ്ഞു ഈ മുന്താണി കെട്ടിയിട്ടുണ്ടാകുന്നു. അപ്പം മുന്താണിയുടെ പ്രശ്നമില്ല, അരിക് അടിച്ചേക്കുന്ന സാരികളാണ്. പിന്നെ റണ്ണിങ് പോർഷൻ ഇതുപോലത്തെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് കുറച്ച് ഡിസൈൻസ് ഈ ബാക്കിലോട്ട് പോണ അവിടം വരെ ഇതുപോലെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡിസൈനിങ് ആണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിലും ഒരെണ്ണം ഇത് ഞെറിഞ്ഞിടാനുള്ള രീതിയിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ചെസ്റ്റിൻ്റെ അവിടെയും ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിൽ 5 ഡിസൈനാണ് ഉള്ളത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ലെങ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പുറകിലോട്ട് വളഞ്ഞു വരുന്ന പോർഷൻ വരെ ഈ ഒരു ഡിസൈനിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതും വിത്ത് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഇത് ഡിസൈനിങ് വന്നേക്കുന്നത് കുറച്ചും കൂടെ വലിയ ഡിസൈനാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ സെയിം ഫ്ലവർ തന്നെ കുറച്ചും കൂടെ വലുതായിട്ടാണ്, കുഞ്ഞതായിട്ട് തയ്ക്കുന്നതിന് പകരം വലിയ ഡിസൈനായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്നിൻ്റെ മേലിൽ ഒന്നായിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിൽ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയിൽ വരുന്നത്. മുന്താണിയിൽ 3 എണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ 5 എണ്ണവും, ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നിടത്ത് ഒരെണ്ണവും, പിന്നെ സ്ലീവിലുമാണ് എംബ്രോയിഡറി വരുന്നത്. ഇതിനും ബോട്ടം പ്ലീറ്റ്സിൽ ഒന്നും ഡിസൈനിങ് വരുന്നില്ല. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3770 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ സാരി നമുക്ക് കണ്ടു നോക്കാം. ഇതൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡിൻ്റെ അകത്ത് ഇത് പ്രായമായവർക്കൊക്കെ പറ്റിയൊരു സാരിയാണ്. ഉടുക്കാൻ ഈ സെമി ടെസർ സിൽക്ക് ആയാലും സെമി ടെസർ ആയാലും ഉടുക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്.
ഞെറിഞ്ഞുടുത്താൽ അതുപോലെ തന്നെ കിടന്നോളും. ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒത്തിരി ഹെവി വർക്ക് അല്ല. ഇത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഫ്ലവേഴ്സ്, നടുക്ക് ഒരു ഓഷ്യൻ ബ്ലൂ കളർ വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്തേക്കുന്നത്. ലീവ്സ് ലേസി ഡേസി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലാണ്, അപ്പുറത്തെ മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിലില്ല, ഇത് വൺ സൈഡേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈൻ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് 2 കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ തന്നെ മുന്താണി കണ്ടോർത്ത് തന്നെ വലിയ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ഡിസൈൻ കുഞ്ഞത് വലുത് അങ്ങനെയായിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഒരു വലിയ ഡിസൈൻ, കുഞ്ഞു ഡിസൈൻ, പിന്നെ വലിയ ഡിസൈൻ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് ഷോൾഡർ പ്ലീറ്റിൽ. ഇത് ചെസ്റ്റിലുണ്ട്. ചെസ്റ്റിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ, വലിയ ഡിസൈനാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ 3 നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 3 വലുതും 2 കുഞ്ഞതുമാണ് തയ്ച്ചിരിക്കുന്നത്. വലുത് കുഞ്ഞത്, വലുത് കുഞ്ഞത്, പിന്നെ ഒരു വലുത്. ഇത്രയാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാലിൻ്റെ അവിടെയുണ്ട് ഈ ഒരു വലിയ ഡിസൈൻ തന്നെ. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കാലിനും തയ്ച്ചിട്ടുണ്ട്. പിന്നെ സ്ലീവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഈ കുഞ്ഞ് ഡിസൈനാണ് സ്ലീവിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൈയിൻ്റെ സ്ലീവിലുള്ള എംബ്രോയിഡറി ഇതാണ്. ഇതാണ് ഈ ഒരു സാരിയിൽ ഇത്രയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 3250 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതൊക്കെ റെഡി ഫോർ സെയിലാണ്. ഇതിൽ ഏത് സാരിയാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം സെമി ടസ്ഡ്, മുന്താണി കെട്ടിയിരിക്കുന്ന സാരിയാണ്. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് ആണ്. ഇപ്പം ഇതെല്ലാം 6.3 മീറ്റർ ആണ് സാരീസ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ബ്ലൗസിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നോക്കിയിട്ട് അതനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ബ്ലൗസ് തയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.